എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. 4 ചോദ്യങ്ങൾ ചോദിക്കണം. കഹ അഹം, കഥമിദം ജാതം, കോ വൈ അസ്യ കർത്താ വിദ്യത്തെ, ഉപാദാനം കിം. 4 കാര്യങ്ങൾ. ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ബ്രഹ്മം. 4നെ കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ്. വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞു തന്നു. നമുക്ക് 13ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നാഹം ഭൂതഗണോ ദേഹ ആഹം ചാക്ഷഗണസ്തതാ ഏതദ്വിലക്ഷണ കശ്ചിത് വിചാരസ്സോയമീദൃശ. നാഹം ഭൂതഗണോ ദേഹോ നാഹം ചാക്ഷഗണസ്തഥാ ഏതദ്വിലക്ഷണ കശ്ചിത് വിചാരസ്സോയമീദൃശഃ. എന്താ പറയുന്നത് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 12ാമത്തെ ശ്ലോകത്തില് കഹ അഹം, ഞാൻ ആര്? അതിന്റെ ഫുള്ളായിട്ടുള്ളൊരു മറുപടി അല്ല ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ഒരു 1/4 പകുതി ഭാഗമോ എന്നൊക്കെ പറയാം. ചെറിയ ഒരു വിവരണം ഇവിടെ തരും. പിന്നീട് വിശദമായിട്ടുള്ള വിവരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ആ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും. അപ്പൊ ഈ ചെറുതായിട്ടുള്ള വിവരം പറഞ്ഞിട്ട് പറയും ഇങ്ങനെ വേണം ചിന്തിച്ചു തുടങ്ങാൻ. അതിനാണ് ഇപ്പൊ ചെറുതായിട്ടൊരു വിവരണം തരണേ. എങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങണ്ടേ, അല്ലെ? വിചാരം ചെയ്താലേ ജ്ഞാനം ലഭിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിചാരത്തിലൂടെയേ ജ്ഞാനസമ്പാദനം നടക്കൂ. ജ്ഞാനസമ്പാദനത്തിന് വേറെ ഒരു മാർഗവുമില്ല എന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ചിന്തിച്ചു തുടങ്ങണം എന്നുള്ളതിന് ഇവിടെ 4 ചോദ്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ ചോദ്യത്തിന് ചെറുതായിട്ടൊരു വിശദീകരണം ഇപ്പൊ തരികയാണ്, മറുപടിയായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു ഇങ്ങനെയാണ് വിചാരം ചെയ്ത് തുടങ്ങണ്ടേ എന്ന്. ഞാൻ എന്നതിന്റെ ശരിയായ മറുപടിയല്ല ഇവിടെ തരുന്നത്. ഞാൻ ആര് എന്നുള്ളതിന്റെ മറുപടിയല്ല ഇത്. ഞാൻ ആരെന്ന് അറിയുവാൻ നിങ്ങൾ എന്ത് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ആര് എന്നറിയുന്നതിന് ഈ വിധത്തില് നിങ്ങൾ വിചാരം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. അപ്പോ തുടങ്ങുമ്പോ ആദ്യം പറഞ്ഞു തരുന്നത് ഞാൻ ആരല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഞാൻ മാറ്റിയാൽ ഒറിജിനൽ ഞാനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോ ഞാൻ ആരല്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി പറയുന്നതിൽ നിന്നൊന്നും അതൊന്നുമല്ല ഞാൻ വേറെയാണ്. പറയാൻ പോകുന്നത് ഒന്നും ഞാനല്ല എന്നിവിടെ പറഞ്ഞു തരും. അതാണ് നമുക്ക് വേണ്ടത്. ശരിക്കും അതാണ്. ഞാൻ ആരല്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ആരെന്ന് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നു നാഹം ഭൂതഗണോ ദേഹഃ. നാഹം ഭൂതഗണോ ദേഹഃ. ദേഹഃ എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം, ഉടൽ, സ്ഥൂല ശരീരം. അഹം ന അസ്മി, ഞാനല്ല. ഈ സ്ഥൂല ശരീരം ഞാൻ അല്ല. അതാണ് ഇപ്പൊ നമുക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെയല്ലേ. നമ്മൾ വിചാരിച്ചിരിക്കുന്നതെല്ലാം സ്ഥൂല ശരീരം ഞാൻ എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അതിൽ നിന്നും മാറാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അതല്ല എന്ന് ഇവിടെ ആദ്യം പറഞ്ഞു തരാണ് ആചാര്യസ്വാമികൾ. അപ്പൊ ഇവിടം തൊട്ട് നല്ല ഉറച്ചു മുന്നോട്ട് പോകണം. സ്ഥൂല ശരീരമല്ല ഞാൻ, ഈ സ്ഥൂല ശരീരമല്ല, അല്ല. ഈ ശരീരത്തിന്റെ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ ശരീരം എന്നാൽ എന്താണ് നമ്മുടെ ഈ ശരീരം? ഈ ശരീരം ഇന്നതാണ് എന്ന് പറയുമ്പോ എന്താ മനസ്സിലാവുക? ഈ ശരീരം ഇന്നതാണ്. അപ്പോ ഞാനിതല്ല എന്ന് മനസ്സിലാവും. ഈ ശരീരം ഇന്നതാണ് എന്ന് പറഞ്ഞു തരുമ്പോ എന്ത് മനസ്സിലാവും? ഞാനിതല്ല എന്ന് മനസ്സിലാവും. മനസ്സിലാകണം. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അങ്ങനെ മനസ്സിലാക്കണം. കാരണം അങ്ങനെ പറയുമ്പോ ഞാൻ ഇതല്ല എന്ന കാര്യം അവിടെ മറിഞ്ഞിരിപ്പുണ്ട്.
ഈ ശരീരം ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നതല്ല എന്നുള്ളത് അവിടെ മറിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഇവിടെ അറിയേണ്ടത്. ഇതിനെ സംസ്കൃതത്തില് ഹേതുഗർഭ വിശേഷണം എന്നാണ് പറയാത്രേ. ഹേതുഗർഭ വിശേഷണം എന്ന് പറയുന്നത്. ഞാൻ ഇന്നതല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആര് എന്നുള്ളത് സ്വയം ചിന്തിച്ചു വരാനായിട്ടുള്ളൊരു വഴിയുണ്ടാക്കുക. അതിന് ഹേതുഗർഭ വിശേഷണം എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് ഒരു അജക്റ്റീവിൽ തന്നെ ഹേതു ഉണ്ടാകും. അജക്റ്റീവിൽ തന്നെ ആ ഹേതു കാരണം ഉണ്ടാകും മനസ്സിലാക്കാനായിട്ട്. ദേഹ അഹം ന, ഞാൻ ഈ ദേഹം അല്ല. എന്താണ് കാരണം? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? വെറുതെ എങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഞാൻ ഈ ദേഹമല്ല ദേഹമല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മളെ മനസ്സിലാക്കി തരണ്ടേ? അതാണ് ആചാര്യസ്വാമി ഇവിടെ ചെയ്യുന്നത്. അല്ല എന്ന് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ട്, എന്തടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ഭൂതഗണഃ, ആ അടിസ്ഥാനമാണ് ഭൂതഗണഃ. ഈ വാക്ക് ശരീരത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ ലക്ഷണമാണ് ഭൂതഗണഃ. എങ്ങനെയെന്നാൽ നമ്മളിവിടെ കല്ല്, മണ്ണ്, വെള്ളം, തീ എന്നിവയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചുറ്റിലും ധാരാളം കല്ലും മണ്ണും വെള്ളം ഇഷ്ടം പോലെയുണ്ട്, തീയുണ്ട്, ആകാശമുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ നോക്കിയിട്ട്, കല്ലിനെ നോക്കിയിട്ട് അത് ഞാനാണ് എന്ന് പറയുമോ? മണ്ണിനെ നോക്കിയിട്ട് ഞാനാണെന്ന് പറയുമോ? വെള്ളത്തിനെ നോക്കിയിട്ട് ഞാനാണ് എന്ന് പറയുമോ? തീയെ നോക്കിയിട്ട് ഞാനാണെന്ന് പറയുമോ? ആകാശത്തെ, സ്പേസിനെ നോക്കിയിട്ട് ഞാനാണെന്ന് പറയുമോ? വായുവിനെ നോക്കി ഞാനാണെന്ന് പറയുമോ? ഇല്ല. ഇതിനൊന്നും നമ്മൾ ഞാനാണെന്ന് പറയില്ല. ഈ കാണുന്നതിനെ ഒന്നും നമ്മൾ ഞാനാണെന്ന് പറയില്ല, ഉറപ്പാണ്. ആകാശവും ഞാനല്ല. ഈ പുറത്ത് നമ്മളിങ്ങനെ നോക്കി കാണുന്നതൊന്നും ഞാനല്ല. അതിനൊന്നും ഞാൻ എന്ന് പറയാറില്ല. ഒരു മരത്തിനെ കാണുമ്പോൾ ഞാനെന്ന് പറയാറില്ല. ഒന്നിനെയും, പുറത്തുള്ള ഒന്നിനെയും ഞാൻ എന്ന് പറയാറില്ല. എന്ത് ഭംഗിയായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നേ. പുറത്തുള്ള ഒന്നിനെ നമ്മൾ പറയാറില്ലല്ലോ, ഞാനെന്ന് പറയാറില്ലല്ലോ. ഇല്ല. എന്റേത് എന്ന് പറയും, ഞാൻ എന്ന് പറയില്ല. എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ കിണറ്, എൻ്റെ വെള്ളം, എൻ്റെ ഈ സ്പേസ് എൻ്റെയാണ്, ഇത്രയും ഭാഗം എൻ്റെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. വിളക്ക് കൊളുത്തിയിട്ട് ഇത് ഞാൻ കൊളുത്തിയ തീയാണ്, എൻ്റെ തീയാണ്, ഞാൻ കൊളുത്തിയതാണ്, എൻ്റേതാണ്. അങ്ങനെ എല്ലാ പുറത്തുള്ളതിനെയൊക്കെ എൻ്റേത് എന്ന് നമുക്ക് പറയാം. ഞാൻ എന്നൊരിക്കലും പറയാറില്ല. അതുപോലെ ഈ ദേഹം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ? സാധാരണ ഒരാളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും പഠിച്ച നമുക്കറിയാം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ദേഹം. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. ആരൊക്കെയാണ് പഞ്ചഭൂതങ്ങള്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അല്ലെ? ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. എല്ലാവർക്കും അറിയാം. ഇത്രയൊക്കെ പഠിച്ചു വന്നപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട്. അപ്പോ പഞ്ചഭൂതം ഞാനാണോ? പുറത്തുള്ളത് പഞ്ചഭൂതം ഉണ്ടല്ലോ. പുറത്ത് ആകാശമുണ്ട്, അഗ്നിയുണ്ട്, വായുണ്ട്, ജലമുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനെ ഞാൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിനെ ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അവിടെയാണ് ചിന്തിക്കണം, വിചാരം ചെയ്യൽ തുടങ്ങുന്നത്. ഇവിടെയാണ്. ഇവിടെ ചിന്തിച്ച് തുടങ്ങണം. എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുക എന്ന് നോക്കണം. ഇപ്പൊ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇഡ്ഡലി കഴിക്കുന്നു. ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് അതെന്താണ്? പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമാണ്. അരിയാണ്, വെള്ളമുണ്ട്, തീയിൽ നിന്ന് വരുന്ന ചൂട് ഉപയോഗിച്ച് അതിനെ പാകം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അതെല്ലാം കൂടിയിട്ടുണ്ട് അവിടെ. ആ ഇഡ്ഡലി ഞാനാണോ? മുമ്പിൽ പ്ലേറ്റിൽ ഇരിക്കുന്ന ഇഡ്ഡലി ഞാനാണോ? ആ ഗുരുനാഥൻ വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇഡ്ഡലി ഞാനാണോ? അല്ല. ശരി, ഇഡ്ഡലി കഴിച്ചു. കഴിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? ഇഡ്ഡലി വയറ്റിൽ ചെന്ന് അഗ്നി ഭഗവാൻ അവിടെ ദഹനപ്രക്രിയയൊക്കെ നടത്തി. അപാനൻ, സമാനൻ, ഉമ ഇവരൊക്കെ കൂടി അതിനെ, പോഷകത്തെ ശരീരത്തിൽ എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചു.
എത്തിച്ചു കഴിയുമ്പോൾ അത് ശരീരത്തിലെ എല്ല് ആയി മാറുന്നു, മജ്ജയായി മാറുന്നു, കൊഴുപ്പായിട്ട് മാറുന്നു, മാംസമായിട്ട് മാറുന്നു. എല്ലാം ശരീരത്തിലെ എല്ലാ സ്ഥലത്തും അതെത്തി അതിൽ നിന്നുള്ള ആ ഒരു ഊർജം എത്തിയിട്ട് ഈ ഇഡലി നമ്മുടെ ശരീരമായി മാറുന്നു. അന്നം ശരീരമായി മാറുന്നു. അപ്പൊ നേരത്തെ ഇഡലി ഞാനാണോ? അല്ല. അപ്പോ കഴിച്ചു കഴിഞ്ഞ് ഇത് ശരീരത്തിലെ എല്ലാ സ്ഥലത്തും എത്തി ശരീരത്തെ പുഷ്ടിപ്പെടുത്തുമ്പോൾ ഈ ഇഡലി ഞാനായിട്ട് മാറുമോ? മാറുമോ? ഇഡലി ഞാൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ പിന്നെ ഈ ശരീരത്തെ ഞാനെന്ന് പറയാൻ പറ്റുമോ? ശരീരം ഭക്ഷണമാണ്. നമ്മൾ കഴിച്ച ഭക്ഷണമാണ് ഈ ശരീരമായി മാറിയിരിക്കുന്നത്. ഓരോ ദിവസവും കുഞ്ഞിലേ തൊട്ട് കഴിച്ച് 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 ഈ പരുവത്തിലെത്തി ഇല്ലേ? എത്ര കുഞ്ഞായിരുന്നു? ഒരു 2 കിലോയോ 2.5 കിലോയോ 3 കിലോയോ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ 80ഉം 90ഉം ഒക്കെ ആയി നിൽക്കുന്നു ഓരോരുത്തർ അല്ലേ? ഇതെന്താണ്? ഇത് അന്നമാണ്. ഇത് മുഴുവൻ പുറത്തുള്ള അന്നം ശരി ഇവിടെ വന്ന് കൂടിപ്പിടിച്ചിരിക്കുക. അപ്പോ ആ പുറത്തുള്ള അന്നം ഞാനല്ല. അപ്പോ അന്നം കൊണ്ടുണ്ടാക്കപ്പെട്ട ഇത് ഞാനാണോ? എല്ലാം ഉണ്ട് ഇതില്. ഇത് ഞാനല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. ആ ചിന്തിക്കാനാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതാണ് വിചാരം ചെയ്യൽ. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോ ഞാൻ എന്ന് പറയാറുണ്ട്? പറയാറില്ല. കഴിച്ചു കഴിയുമ്പോൾ ഞാനെന്ന് പറയും അല്ലേ? ഈ ശരീരത്തെ നോക്കി ഞാൻ എന്ന് പറയും. ആക്ച്വലി ഈ ശരീരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കൊണ്ടുണ്ടാകുന്നതാണ്. ഭക്ഷണം ഞാനല്ല, ശരീരം ഞാനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ നമ്മൾ അത്രയൊന്നും ചിന്തിക്കാറില്ല. അതിനാണ് ഇപ്പോൾ അപരോക്ഷ അനുഭൂതിയിൽ കൂടെ നമ്മൾ പ്രവേശിച്ച് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എന്ത് കിട്ടും? ആത്മജ്ഞാനം ലഭിക്കും. ആരോടും പോയി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് ആരോടും ഷെയർ ചെയ്തുകൊണ്ടൊരു പ്രയോജനമില്ല. മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല ആർക്കും. ഇപ്പൊ തന്നെ എന്നോട് പലരും പറയാറുണ്ട്, സാറിന്റെ ക്ലാസ് ഒരു പ്രാവശ്യമേ കേട്ടുള്ളൂ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം വെച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, നന്നായി. അപ്പോ നമ്മൾ എന്തോ കുറച്ച് ഭാഗ്യവാന്മാര്, പൂർവ്വജന്മ സുഹൃതം കൊണ്ട് കുറച്ചു പേർക്ക് നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഭഗവാൻ ഗീതയെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു മനസ്സിലാക്കൽ പോലും നഷ്ടപ്പെടത്തില്ല. ഈ ജന്മത്തിൽ നമുക്ക് ആ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇപ്പൊ എടുത്ത സ്റ്റെപ്പ് അത്രയും കഴിഞ്ഞേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. 15 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നല്ലോ നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ 5 മാർക്ക് കിട്ടിയെങ്കിൽ ആ 5 മാർക്കും കൊണ്ടാണ് വീണ്ടും ജനിക്കുന്നത്. അതിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് വിശദീകരിച്ചു തരുന്നു. ഈ ഇഡലി അല്ല ഞാൻ, ഇഡലി ശരീരമായിട്ട് മാറുന്നു. അപ്പൊ ആ ശരീരം ഞാൻ എങ്ങനെയാകും എന്ന് ചോദിക്കുന്നു. അതിന്റെ ഫോം മാറി, ഇഡലിയുടെ ഫോം മാറി വേറൊരു ഫോമായി. ഇപ്പൊ ശരീരത്തിന്റെ ഫോമിലേക്ക് വന്നു ഇഡലി. അതേപോലെ രാവിലെ ചോറ് കഴിച്ചാൽ എന്ത് കഴിച്ചാലും അവന്റെ ഫോം മാറിയിട്ട് വേറൊരു ഫോമാവും. ഈ ഫോമാണ് ഞാൻ. ആണോ? ഞാനല്ല, ഈ ശരീരം. ഈ ഫോമാണ് ശരീരം, ഞാനല്ല അത്. ഇത് ഈ ശരീരമാണ്, ഈ ഫോം മാറി വരുന്ന ഫോം. അഞ്ച് തത്വങ്ങൾ കൂടിയിട്ടുള്ളതാണ്. സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങൾ സ്ഥൂലമായി വന്നതാണിത്. പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയായ ഈ ദേഹവും ഞാനല്ല. പുറത്തുള്ള പഞ്ചഭൂതങ്ങൾ ഞാനല്ല. ആ പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയായ ഈ ശരീരം ഞാനല്ല. ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. ഭൂതഗണഹ, ഈ ശരീരം എന്താണ്? ഭൂതഗണഹ. 5 ഭൂതങ്ങളുടെ ചേർച്ചയാണ് ഈ ശരീരം. 5 ഭൂതങ്ങളുടെ ചേർച്ചയാണ് ഈ ശരീരം. ഒരു കൂട്ടമാണിത്. ഇത് ഞാനല്ല. അഹം ന ദേഹഃ പഞ്ചഭൂതഗണത്വാ. അതാണ് ഇവിടെ വിശദീകരിച്ചു തരുന്നത്. ഞാൻ ഈ ശരീരമല്ല, കാരണം പഞ്ചഭൂതഗണത്വാത്. ഓർത്തിരുന്നോണം, പഞ്ചഭൂത നിർമ്മിതമായതിനാൽ ഞാൻ ഈ ശരീരമല്ല. പുറത്തു കാണുന്ന പഞ്ചഭൂതത്തിനെ ഒന്നും ഞാൻ എന്ന് ഞാൻ പറയാറില്ല. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട, അതിൽ നിന്ന് ഫോം മാറി വരുന്ന ഈ ശരീരവും ഞാനല്ല. ഇത് ഉറക്കണം മനസ്സിൽ. ഇങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു, ശക്കലേ പറയുന്നുള്ളൂ. ഇവിടെ വിചാരം ചെയ്യാനുള്ള ഒരു റൂട്ടാ പറഞ്ഞു തരുന്നത്. എങ്ങനെ വിചാരം ചെയ്യണം, അങ്ങനെ ചിന്തിക്കണം. ഇപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഡയറക്ഷനിൽ പോയാലല്ലേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുള്ളൂ. നമുക്കിപ്പോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ശരിയായ വഴി കൂടി സഞ്ചരിക്കണം, എന്നാലേ എത്തുള്ളൂ. അതുപോലെയാണ് ഈ വിചാരം ചെയ്യൽ. വിചാരം ചെയ്താലേ ജ്ഞാനമാർഗത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് എത്തുകയുള്ളൂ.
അപ്പൊ ദൃക് ദൃശ്യ വിവേകം എന്ന് പറയും ഇതിന്. ദൃക് ദൃശ്യ വിവേകം, തിരിച്ചറിയൽ, ദൃക് ദൃശ്യ വിവേകം എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയണേ? നാഹം ച അക്ഷഗണഃ തഥാ. അതുപോലെ, ഇതുപോലെ നേരത്തെ ദേഹത്തിനെ പറഞ്ഞ പോലെ, അതുപോലെ എന്ന് പറഞ്ഞാൽ നാഹം ഭൂതഗണഃ എന്ന് പറഞ്ഞു. അതുപോലെ നാഹം ച അക്ഷഗണസ്തഥാ. അക്ഷഗണഃ തഥാ. അക്ഷഗണഃ എന്ന് പറഞ്ഞാൽ, ഗണം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്നുള്ളതാണ് ഗണം എന്ന് പറയുന്നത്. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അക്ഷഗണഃ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം. ഇന്ദ്രിയ കൂട്ടങ്ങളും ഞാൻ അല്ല. ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു. ഇനി പറയുന്നു ഇന്ദ്രിയങ്ങളും ഞാൻ അല്ല, ഇന്ദ്രിയങ്ങളുടെ കൂട്ടങ്ങളും ഞാനേ അല്ല. അതെങ്ങനെയാ പറയുക? ഞാൻ കാണുന്നു എന്നല്ലേ പറയുന്നേ, പിന്നെ എങ്ങനെയാ അത് പറയാൻ പറ്റുക? അല്ലേ, നല്ല ചോദ്യമാണ്. അതെങ്ങനെയാ പറയാൻ പറ്റുക? ഞാൻ കാണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെങ്ങനെ? ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, ഇപ്പൊ ഞാൻ കാണുന്നില്ല എന്നിങ്ങനെ കാണുന്നവനെയും കാണാത്തവനെയും അറിയുന്ന ഒരു ഉണർവ് തത്വം നമുക്കുണ്ട്, അല്ലെ? കാണുന്നു എന്നും നമുക്ക് പറയാം, കാണുന്നില്ലെന്നും നമുക്ക് പറയാം. ഇതിനെ രണ്ടിനെയും മനസ്സിലാക്കി തരുന്ന ഒരു ഉണർവ് തത്വം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു എന്നും പറയുന്നു, കണ്ടില്ലെന്നും പറയാൻ പറ്റുമല്ലോ, രണ്ടും പറയാൻ പറ്റുമല്ലോ. എല്ലാത്തിനെയും കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ? അല്ല, കാണുന്നില്ലെന്നും പറയാറുണ്ടല്ലോ. കുറെ അകലെയുള്ളതിനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. അപ്പൊ കാണുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, കണ്ടു എന്നും പറയാൻ പറ്റും. അതുകൊണ്ട് അതെങ്ങനെയാ പറ്റുന്നേ? ഒരു ഉണർവ് തത്വം അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കാണുന്നു എന്ന് മാത്രമല്ലല്ലോ, കാണാത്ത ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. കാണുന്നില്ല എന്ന് നമുക്ക് പറയുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ കാണുന്നില്ല, കാണുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ കാണുന്നതും കാണാത്തതും ആയ ആ ഒരു രീതിയെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉണർവ്, ഒരു ശക്തി, ഒരു എനർജി നമ്മുടെ ഉള്ളില് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇന്ദ്രിയ കൂട്ടങ്ങൾ ഞാൻ അല്ല. ഞാൻ ആരാണ്? ഞാൻ ആ ഉണർവ് തത്വമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്നെ, കണ്ണുകൊണ്ട് എന്നെ കാണിക്കുന്ന, ചെവി കൊണ്ട് എന്നെ കേൾപ്പിക്കുന്ന, വായ കൊണ്ട് രുചിക്കുമ്പോൾ സ്വാദ് അറിയിക്കുന്ന, ആ സ്പർശനം കൊണ്ട് അറിയുന്ന, ആ അറിയിക്കുന്ന ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഞാൻ. കണ്ണുള്ള എല്ലാവർക്കും കാഴ്ചയില്ലല്ലോ, ചെവിയുള്ള എല്ലാവർക്കും കേൾവിയില്ലല്ലോ, നാക്കുള്ള എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ ഒരാളിത് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അകത്തിരുന്നു കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ. ഈ ഇന്ദ്രിയം ഞാനല്ല. അപ്പൊ കണ്ണുപോയാൽ ഞാൻ പോയി എന്ന് പറയുമോ? ഇല്ല. ഒരു ആക്സിഡന്റിൽ ചെവി നഷ്ടപ്പെട്ടു, ചെവി പോയി എന്നല്ലേ പറയുള്ളൂ. കയ്യോ കാലോ നഷ്ടപ്പെട്ടാലും നമ്മൾ എന്ത് പറയും? ആ ഇന്ദ്രിയം പോയി എന്നേ പറയുള്ളൂ, ഞാൻ പോയി എന്ന് പറയാറില്ല. കാല് മുറിച്ചു കളഞ്ഞു, ഷുഗർ വന്നു, കാല് മുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞു, കാല് പോയി, ഞാൻ പോയി പറയാറില്ല. അരയ്ക്ക് താഴെ മുറിച്ചു കളഞ്ഞ ആൾക്കാരുണ്ട്, അവിടെയും പറയാറില്ല. ഞാൻ പോയി എന്ന് ആരും ഒരിക്കലും പറയാറില്ല. ഞാൻ പോയി എന്ന് ആർക്കും പറയാൻ പറ്റാറുമില്ല. ശരീരം വിടുമ്പോഴും ഞാൻ പോയി എന്ന് ആർക്കും പറയാൻ പറ്റാറില്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾ ഞാൻ അല്ല, ഉറപ്പാണ്. കൈ ഞാനല്ല, കാല് ഞാനല്ല, അതൊന്നും ഞാനല്ല. എന്റെ കൈ എന്നാണ് പറയുന്നത്, എന്റെ കണ്ണ് എന്നാണ് പറയുന്നത്, എന്റെ ചെവി എന്നാണ് പറയുന്നത്, എന്റെ മൂക്ക് എന്നാണ് പറയുന്നത്, എന്റെ നാക്ക് എന്നാണ് പറയുന്നത്. എല്ലാം എന്റെ ചേർത്താണ് പറയുന്നത്. അപ്പൊ ഈ ഞാൻ ഈ ഇന്ദ്രിയമാണോ? എന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണാണോ? അല്ല. എന്റെ ചെവി എന്ന് പറയുമ്പോൾ ഞാൻ ചെവിയാണോ? അല്ല. അപ്പോ ഈ ഇന്ദ്രിയങ്ങളൊന്നും ഞാനല്ല. അതാണ് ഇവിടെ പറഞ്ഞേ, ന അഹം ച അക്ഷഗണസ്തത. അപ്പൊ എന്താ പറയുന്ന അടുത്ത വാചകം? ഏതത് വിലക്ഷണ കശ്ചിത്, ഏതത് വിലക്ഷണ കശ്ചിത് വിചാരസോയമീദൃശ. എന്താണത്? അപ്പൊ ഞാൻ ആര്? അത് പിന്നെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ആചാര്യസ്വാമികൾ. മുന്നോട്ട് പോകുമ്പോ ബാക്കി ശ്ലോകങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്, അപ്പൊ പറഞ്ഞു തരും. ഇപ്പോ ഞാൻ ആരോ, കശ്ചിത് ആരോ, എങ്ങനെയുള്ളവൻ, ഏതത് വിലക്ഷണ, ഞാൻ എങ്ങനെയുള്ള ആളാണോ ആവോ എന്നിങ്ങനെ, ഏതത് വിലക്ഷണ, ഇതിൽ നിന്ന് വേറെയായ മറ്റെന്തോ ആണ് ഞാൻ എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വെക്കുക. ഞാൻ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ശരീരമല്ല, ഞാൻ ഈ ഇന്ദ്രിയങ്ങളും അല്ല, കശ്ചിത് വേറെ എന്തോ
ഒന്നാണ്. ഇതൊന്നുമല്ല, വേറെ എന്തോ ആണ് എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. വേറെയായ മറ്റാരോ ആണ് ഞാൻ. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരമല്ല, ഈ കണ്ണ്, ചെവി, മൂക്ക്, കാല്, കണ്ണെന്നൊക്കെ പറയുന്ന ഇന്ദ്രിയങ്ങളൊന്നുമല്ല. ഇതിൽ നിന്നെല്ലാം വേറെയായ ഒന്നാണ് ഞാൻ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ വേറെയായ ഒന്നാണ് ഞാൻ. അപ്പൊ ഞാൻ ആര് എന്ന ചോദ്യത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു മറുപടി ഇവിടെ പറഞ്ഞില്ല ആചാര്യസ്വാമി. ഞാൻ ആര് എന്നതിന്റെ മുഴുവനായിട്ടുള്ള ഒരു മറുപടി ഇവിടെ പറയുന്നില്ല. പല പ്രാവശ്യം പറഞ്ഞു അദ്ദേഹം മുന്നേ വരുന്ന ശ്ലോകങ്ങളിലേ ഉള്ളൂ എന്ന്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, സ്ഥൂലദേഹമല്ല, ഇന്ദ്രിയങ്ങളല്ല, ഇതൊന്നുമല്ലാതെ വേറെ ഒന്നാണ്. ഏതത് വിലക്ഷണഃ അഹം. അപ്പൊ ഇങ്ങനെ ആണ് വിചാരം ചെയ്യണ്ടേ എന്നാ പറഞ്ഞു തരുന്നത്. എങ്ങനെ വിചാരം ചെയ്യണമെന്ന് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. ആദ്യം വിചാരം ചെയ്യേണ്ടത് കഹ അഹം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പറഞ്ഞു അത് വിചാരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഏതാണോ ഏതൊന്നുമല്ല എന്നുള്ളത് ആദ്യം നോക്കുമ്പോ ഞാൻ വേറെ എന്തോ ആണെന്ന് മനസ്സിലാവും. അപ്പോ ആചാര്യസ്വാമികൾ ആ വേറെ എന്തോ എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതിനെ പറഞ്ഞത്. അപ്പോ എങ്ങനെ വിചാരം ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തന്നത്. വിചാരം എന്നാൽ എന്ത്? അപ്പോ ഇതാണ് വിചാരം ചെയ്യൽ. ചോദ്യം എങ്ങനെ ചോദിക്കണം, അല്ലെ? ഉത്തരം എങ്ങനെ മനസ്സിലാക്കണം, ആ ചിന്തിക്കാനുള്ള പാത പറഞ്ഞു തരുന്നു ആചാര്യസ്വാമികള്. ചിന്തകൾ ശരിയായ വഴിക്ക് വേണം നീങ്ങാൻ. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ ഒന്ന് നോക്കിയേക്കാം. അജ്ഞാന പ്രഭവം സർവം ജ്ഞാനേന പ്രവിലീയത്തെ സങ്കൽപ്പോ വിവിധ കർത്ത വിചാരസോയമീദൃശഃ. അജ്ഞാന പ്രഭവം സർവം ജ്ഞാനേന പ്രവിലീയത്തെ സങ്കൽപ്പോ വിവിധ കർത്ത വിചാരസോയമീദൃശഃ. 14-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയില് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? രണ്ടാമത്തെ ചോദ്യം കഥമിതം ജാതം, അല്ലെ? ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ ചെറിയൊരു മറുപടിയാണ് പറയുന്നത്. കഥമിതം ജാതം, ലോകം ഉണ്ടായത് എങ്ങനെ, ഏത് മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്, എന്ത് സാധനം ഉപയോഗിച്ചാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് ഇതിന്റെ മെറ്റീരിയൽസ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ മറുപടി ആദ്യ വരിയിലുണ്ട്. പിന്നെ പറയുന്നു എങ്ങനെ ഈ ലോകം ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്, ഇങ്ങനെ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നല്ലോ, ഇതിനെന്താണ് കാരണം, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ആകാൻ എന്താണ് കാരണം? നമ്മളിപ്പോ ലോകം അനുഭവിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ അതിന് കാരണം, എന്താണ് അതിന് കാരണം? അതിനുത്തരം രണ്ടാമത്തെ വരിയിൽ ജ്ഞാനേന പ്രവിലീയതേ എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ വരി അജ്ഞാനപ്രഭവം സർവം ജ്ഞാനേന പ്രവിലീയതേ സങ്കല്പോ വിവിധ കർത്ത, അതാണ് രണ്ടാമത്തെ വരി എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടാണ്. രണ്ടാമത്തെ വരി എന്ന് പറയുമ്പോൾ സങ്കല്പോ വിവിധ കർത്ത വിചാരസോയമീദൃശ. ഇപ്പൊ രണ്ടാമത്തെ വരിയിലാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകണു എന്നുള്ളതിന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ വരി നോക്കുമ്പോ ചിലർ പറയും അണുവിൽ നിന്നാണ് ലോകമുണ്ടായത്, പ്രകൃതി എന്നതിനെ പേര് പറയും. അങ്ങനെ വ്യക്തമായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാറില്ല. അതാണ് ഇതാണെന്ന് പറയുന്നല്ലാതെ ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അണുവിൽ നിന്നാണ് ഉണ്ടായത്, ഇത് പ്രകൃതിയാണ്, തനിയെ ഉണ്ടായി. അദ്വൈതികൾ പറയുന്നു അജ്ഞാനപ്രഭവം സർവം എന്ന്. അജ്ഞാനപ്രഭവം സർവം, സർവം അതായത് കാണുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാം, അതാണ് സർവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാം പ്രഭവം ഉണ്ടായതാണ്. എവിടെ നിന്ന്? അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്നു. ഇത് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം എന്ന് പറയുന്നു. അറിവില്ലായ്മയിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. ഇത്രയും വലിയ ലോകം അജ്ഞാനത്തിൽ നിന്നുണ്ടാവുമോ? അതെങ്ങനെയാണ് ഉണ്ടാവണേ? ഇതാണ് സാധാരണക്കാരന് ഇപ്പൊ ചോദിക്കാവുന്ന ചോദ്യം. ഇത്രയും വലിയ ലോകം അജ്ഞാനത്തിൽ നിന്നും അതെങ്ങനെയാ സാധിക്കുന്നേ? അതെങ്ങനെയാ ശരിയാകുന്നേ? അപ്പൊ പറയും വേദാന്തത്തിലെ പ്രസിദ്ധമായ ഉദാഹരണം കയർപാമ്പ് ഉദാഹരണം, അല്ലെ? കേട്ട് കേട്ട് മടുത്തിരിക്കുന്ന ഒരു ഉദാഹരണമാണ് കയർപാമ്പ്. പക്ഷെ ഏറ്റവും നല്ല അതിനേക്കാൾ ഒരു ഉദാഹരണം വേറെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വേദാന്തത്തില് കയർപാമ്പ് ഉദാഹരണം വന്നിരിക്കുന്നത്. എന്താണ് അവിടെ? ഇത്രയും വലിയ ലോകം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിന് കയർപാമ്പ് ഉദാഹരണത്തിൽ പറയും
അപ്പൊ അവിടെ കയറുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാ വരുന്നത്? വീണ്ടും വരുന്നത് ആ പാമ്പ് എവിടുന്ന് വന്നു? കയർ പാമ്പ് അറിയാലോ, കയറിനെ ഇരുണ്ട വെളിച്ചത്തിൽ കയറിനെ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പാമ്പാണെന്ന് വിചാരിച്ച് ഭയക്കുന്നു. പല വർണ്ണനയും കൊടുക്കുന്നു പാമ്പിനെ കുറിച്ച്. എത്ര നീളമുണ്ട്, എത്ര നീളമുണ്ട്, ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, ഇന്ന വിഷമാണ്, അതിന് മറുമരുന്ന് ഇന്നതാണെന്നൊക്കെ എന്തൊക്കെയോ പറയാം ഇല്ലേ? പക്ഷെ ആ പാമ്പ് എവിടുന്നാ വന്നേ? നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നല്ലേ. ഒറിജിനലി പാമ്പുണ്ടോ അവിടെ? ഇരുണ്ട വെളിച്ചത്തിൽ കയറ് കിടക്കുമ്പോ ആ പാമ്പ് എവിടുന്ന് വന്നു? നമ്മൾ കാണുമ്പോൾ പാമ്പ് എന്ന് തോന്നുന്നത് എങ്ങനെയാ? നമ്മുടെ അജ്ഞാനത്തിൽ നിന്നാണ് ആ പാമ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നമ്മൾ തന്നെയാണ് ക്രിയേറ്റർ. നമ്മളുടെ അജ്ഞാനമാണ് ആ പാമ്പിനെ അവിടെ സൃഷ്ടിച്ചത്. ഒറിജിനലി പാമ്പ് അവിടെ ഇല്ല. അതിനെ സൃഷ്ടിച്ചത് നമ്മുടെ അജ്ഞാനം. വളരെ ഗഹനമായിട്ട് മനസ്സിലാക്കണേ. നമ്മുടെ അജ്ഞാനമാണ് അവിടെ ആ പാമ്പിനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചു. ഏതു തരം പാമ്പാ? ഓരോരുത്തർക്കും ഓരോ തരം പാമ്പാ അല്ലെ? ഓരോരുത്തരുടെ ഉള്ളിലുള്ള രീതി അനുസരിച്ച് ഓരോരുത്തർ, ചിലർ മൂർഖനായിരിക്കും, ചിലർ വെള്ളിക്കെട്ടനായിരിക്കും, ചിലർ അണലിയായിരിക്കും. അങ്ങനെ പലതരത്തില് അതിനെ പറയാം. അത് ഓരോരുത്തരുടെ ഉള്ളിലുള്ള രീതി അനുസരിച്ചിരിക്കും. അപ്പൊ ആരാണ് അവിടെ സൃഷ്ടിക്കുന്നത്? അവിടെ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിലെ അജ്ഞാനമാണ്. ജ്ഞാനമല്ലല്ലോ. ജ്ഞാനമാണെങ്കിൽ കയറാണെന്ന് തിരിച്ചറിയും. ജ്ഞാനമല്ലാത്തത് കൊണ്ട് പാമ്പാണെന്ന് വിചാരിച്ചിരിക്കുന്നു. അറിവില്ലായ്മ കൊണ്ടുവന്നതാണ്. അപ്പൊ ചിലപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് പറയും, അല്ല അത് കയറാണ്, പാമ്പല്ല എന്ന് പറയും. അയാൾക്ക് എന്താണ്? അയാൾക്ക് കയറാണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു. ആ അറിവ് അയാൾക്കുണ്ടായിരുന്നത് കൊണ്ട് അയാൾ അത് കയറെന്ന് പറയുന്നു. അജ്ഞാനിയോ പാമ്പെന്ന് പറയുന്നു. അപ്പോ എന്റെ അജ്ഞാനമാണ് അതിന് കാരണം എന്ന് മനസ്സിലാകും. ഈ ലോകം സമഷ്ടി എന്ന് പറയും. ഈ ലോകം സമഷ്ടി അജ്ഞാനം, എല്ലാത്തിലുമുള്ള വലിയ അജ്ഞാനമാണ് സമഷ്ടി അജ്ഞാനം. ലോകത്തെ മുഴുവൻ അങ്ങനെ ഒരു അജ്ഞാനത്തിൽ കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് സമഷ്ടി അജ്ഞാനം. ഇവിടെ പറയുന്ന അജ്ഞാനത്തിന്റെ പേരാണ് മായ. നമ്മുടെ എല്ലാവരുടെയും അജ്ഞാനത്തിന്റെ പേരാണ് മായ. നമുക്ക് എല്ലാവർക്കും ലോകമുണ്ട്, വലിയ ലോകം. കാണുന്നതൊക്കെ എന്തെല്ലാമോ കാണുന്നു, എന്തെല്ലാമോ ചെയ്യുന്നു, എന്തെല്ലാമോ അനുഭവിക്കുന്നു. അതാണ് മായ. എന്തെന്ന് വിശദീകരിക്കാൻ പറ്റാത്തതാണ് മായ. അത് അജ്ഞാനമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ലോകം മായയിൽ നിന്നുണ്ടായി. മായ എന്നാൽ എന്ത്? മായ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അനിർവചനീയം. നിർവചനീയമല്ല, നിർവചിക്കാൻ പറ്റില്ല മായയെ. അനിർവചനീയമാണ് മായ. അതായത് ഈ ലോകം സത്യമല്ല. നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ലോകം സത്യമല്ല. മായ ആരുടെ സ്വന്തമാണ്? മായ ഈശ്വരന്റെ സ്വന്തം. മായയെ ഉപയോഗിച്ച് ഈശ്വരൻ ലോകം സൃഷ്ടിച്ചു അല്ലെ? ഒരു മായാജാല പ്രകടനക്കാരൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അയാള് എങ്ങനെയാണ് നമ്മളെയൊക്കെ പറ്റിക്കുന്നത്? മായാജാലം ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്ഭുതങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു പോയി കാണാറുണ്ട് അല്ലേ? അപ്പോ അതെങ്ങനെയാ നമുക്ക് പറ്റുന്നത്? അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്. അയാൾ ആ മായാജാലക്കാരന് അതിനുള്ള കഴിവുണ്ട്. അയാൾ അങ്ങനെ പഠിച്ചത് കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈശ്വരന് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് തൻ്റെ കയ്യിലുള്ള ആ മായാശക്തി കൊണ്ട് അതുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നു. മായയെ ഉപയോഗിച്ച് ഈശ്വരൻ ലോകം സൃഷ്ടിച്ചു. പിന്നെ പറയുന്നു ജ്ഞാനേന പ്രവിലീയതേ. ജ്ഞാനേന പ്രവിലീയതേ. അജ്ഞാനം മാറുന്ന എങ്ങനെയാ? ജ്ഞാനം കൊണ്ടേ അജ്ഞാനം മാറുള്ളൂ. ജ്ഞാനം വന്നാൽ പിന്നെ അവിടെ അജ്ഞാനമുണ്ടോ? ഇല്ല. ജ്ഞാനേന പ്രവിലീയതേ. മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ജ്ഞാനേന. അജ്ഞാനത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും? ജ്ഞാനേന. ജ്ഞാനം കൊണ്ട് മാത്രം. അതാണ് നേരത്തെ പറഞ്ഞേ. വിചാരം കൊണ്ട് മാത്രം ജ്ഞാനം, ജ്ഞാനം കൊണ്ട് മാത്രം ഇതിൽ നിന്നുള്ള മോചനം. ഈ മായയെ മറികടക്കാം, ജ്ഞാനം കൊണ്ട് മറികടക്കാം. സത്യം മനസ്സിലാക്കാം. ജ്ഞാനം കൊണ്ട് നീക്കാൻ സാധിക്കുന്ന അജ്ഞാനം കൊണ്ട് മായ ഉണ്ടായി. ജ്ഞാനം കൊണ്ട് നീക്കാൻ സാധിക്കുന്ന അജ്ഞാനം കൊണ്ട് മായ അല്ലെ? ജ്ഞാനം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ജ്ഞാനം കൊണ്ട് നീക്കാൻ സാധിക്കുന്ന അജ്ഞാനം കൊണ്ട്, അതായത് മായ കൊണ്ട് ലോകമുണ്ടായി. കഥമിതം ജാതം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കഥമിതം ജാതം. ജ്ഞാനം കൊണ്ട് നീക്കാൻ സാധിക്കുന്ന അജ്ഞാനം കൊണ്ട്, മായ കൊണ്ട് ലോകം ഉണ്ടായി. ഉദാഹരണം, കയർ പാമ്പിന്റെ കാര്യം ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അജ്ഞാനം കൊണ്ട് തോന്നിയ പാമ്പിനെ നീക്കാൻ എന്ത് ചെയ്യണം? ജ്ഞാനം വരണം. ഇതാണ് ഒരേ ഒരു ഉപായം
അല്ലേ? ആ കയറില് അജ്ഞാനം കൊണ്ട് പാമ്പിനെ കണ്ട് പേടിച്ച് ഉറച്ചു നിൽക്കുന്ന ആള് ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ജ്ഞാനം എന്താ അവിടെ ചെയ്യുന്നത്? വേറൊരാള് ഒന്ന് ടോർച്ച് തെളിച്ച് കാണിക്കും, നന്നായിട്ട് കാണിക്കുമ്പോൾ അത് കയറാന്ന് മനസ്സിലാവും. അപ്പൊ ആ പ്രകാശം വരുമ്പോ, ഇരുണ്ട വെളിച്ചത്തിൽ തോന്നിയ പാമ്പ് പ്രകാശം വരുമ്പോ കയറെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി തരുന്നു. ആ വെളിച്ചമാണ് ജ്ഞാനം. അപ്പോ ഈ മായയിൽ മറിഞ്ഞു കിടക്കുന്ന നമ്മുടെ ആ മനസ്സ്, അജ്ഞാനം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ നമ്മുടെ അറിവ്, അതിനെ ശരിയായിട്ടുള്ള ജ്ഞാനം കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ജ്ഞാനം കൊണ്ട് അത് മായ ആണ് എന്ന് തിരിച്ചറിയും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാം. ആദ്യം മായയാണെന്ന് അറിയണ്ടേ, എന്നാലല്ലേ തിരിച്ചറിയാം അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ശരിയല്ലെന്നും ശാശ്വതമല്ലെന്നും നിത്യമല്ലെന്നും അറിയുമ്പോൾ നമ്മൾ അതിന്റെ പിടിയിൽ നിന്ന് മോചിതരാവും. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ആത്മനാത്മ വിവേകം. ഇതൊന്നും നിലനിൽക്കുന്നതല്ല, വന്നു പോകുന്നതാണ്, നശിക്കുന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കണം നശിക്കുന്നതാണ്. അങ്ങനെ നശിക്കുമോ? ശരിക്കും ഉണ്ടാക്കിയത് അങ്ങനെ നശിക്കാൻ പാടുമോ? അപ്പൊ ഇത് ഉള്ളതല്ല, ഒറിജിനലി ഉള്ളതല്ലത്. ഇത് നമുക്കിങ്ങനെ തോന്നുന്നതാണ്, നമ്മുടെ തോന്നലാണ്. മായ എന്നുള്ളത് അജ്ഞാനമാണ്, നമ്മുടെ അജ്ഞാനമാണ്. നമ്മുടെ ശരിയായിട്ടുള്ള വാക്ക് അജ്ഞാനം എന്നുള്ളതിന് വേറെ പരമാക്കില്ല, അജ്ഞാനം എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ, ശരിയായിട്ടുള്ള അജ്ഞാനം. അപ്പോ നമ്മൾ ഈ അറിവില്ലായ്മ എന്ന പദത്തെ സാധാരണ മീനിങ്ങില് ഭാഷ അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പറയുക. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റാ. അറിവില്ലായ്മയെ ഭാഷ അറിയില്ല എന്ന് പോലുള്ള രീതിയിലല്ല ഇവിടെ അത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു മായാ തത്വമാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു മായാ തത്വമാണ്, അല്ലാതെ ഭാഷ അറിയില്ല, എനിക്ക് സംസ്കൃതം അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു അറിവില്ലായ്മയല്ല. മൂന്നാമത്തെ ചോദ്യം, അസ്യ കർത്താ കഹ, ആരാണ് ഇങ്ങനെ ഇതിങ്ങനെ തുടർന്നു പോകാനായിട്ട്, ഇരിക്കാനായിട്ട് കാരണം എന്താണ്? അപ്പൊ പറയുന്നു ഒറ്റ വാക്കില് ഈശ്വരൻ. ഇതിങ്ങനെ നിലനിന്നു പോകാൻ കാരണമാര്? ഈശ്വരൻ. എന്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മായയാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായി. ഇനി എന്താണ് ഇതിങ്ങനെ നിലനിൽക്കാൻ കാരണം? ആരാണ് ഇതിന്റെ കാരണം ചോദിച്ചപ്പോ പറഞ്ഞു ഈശ്വരൻ. കാരണം അദ്ദേഹത്തിന്റെ അല്ലേ മായ, ഈശ്വരൻ. ഇവിടെ ആചാര്യസ്വാമി വേറൊരു ആംഗിളിൽ കൂടെ പറയുന്നുണ്ട്. ചുരുക്കമായിട്ട്, ഒരു സാഹചര്യത്തിൽ നാം ഉണ്ടായി, പിന്നെ നമ്മൾ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും. ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടായി, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സാഹചര്യത്തെ ഉണ്ടാക്കുന്നു. അതുപോലെ ഈ ലോകം ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം നമ്മൾ തന്നെ എന്നൊരു ആംഗിളും കൂടെ വളരെ വളരെ ഡീപ്പിലാണിത്. ഇത് നമുക്ക് നമ്മുടെ സാധാരണ ചിന്തയ്ക്ക് അപ്പുറമാണ് ആചാര്യസ്വാമി പറയുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാകുന്നു, പിന്നെ നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന്, ഈ ലോകം ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം നമ്മൾ തന്നെയാണെന്ന് പറയുന്നത് ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ലോകത്തെ. മരത്തിനെ കാണുമ്പോൾ എല്ലാവരും മരം എന്ന് പറയാം, അതല്ല. ലോകത്തെ അവനവൻ ഉൾക്കൊള്ളുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അത് സംശയമില്ലല്ലോ ആ കാര്യത്തില്. ഇപ്പൊ നമ്മൾ ഒരാളുടെ വീട്ടിൽ പോകുന്നു, നോക്കുന്നു, ആ വീട് വൃത്തിയാക്കുകയോ മോശമായോ ഇരിക്കുന്നതിന് കാരണം ആരാണ്? ആ വീടിന്റെ ഉടമസ്ഥൻ തന്നെയാണ്, അല്ലേ? ആ വീട് വൃത്തിയായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കുകയോ ചെയ്യുന്ന ആ വീടിന്റെ ഉടമസ്ഥൻ കണ്ടു തന്നെയാണ്, ആ വീട്ടുകാരൻ തന്നെയാണ്, വീട്ടിൽ താമസിക്കുന്ന ആള് തന്നെയാണ്. ഏത് പ്രവൃത്തിക്ക് മുമ്പും ഒരു സങ്കല്പം കാണും. ഏത് പ്രവൃത്തിക്ക് മുമ്പും ഒരു സങ്കല്പം ഉണ്ടാവും അവിടെ. ആ സങ്കല്പം അനുസരിച്ച് പ്രവൃത്തിയും വരും, അതിന്റെ ഫലവും വരും, അല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു സങ്കല്പമില്ലേ നമ്മുടെ മനസ്സിൽ? സങ്കല്പമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. ഇന്നതുപോലെ പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകും, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ആ ഫലം കിട്ടണമെങ്കിൽ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ലക്ഷ്യം ഇതാണ്. ഇങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ കണ്ട് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല. ഒരു കൂട്ടാൻ വെക്കണമെങ്കിൽ പോലും അത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇന്ന സ്വാദോട് കൂടിയുള്ള ഇന്ന സംഗതി ആയിരിക്കണം, അല്ലെ? സാമ്പാർ എന്ന് പറഞ്ഞാൽ അത് ഇന്നതായിരിക്കണം, അവിയൽ എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം. കാപ്പി കൂട്ടുമ്പോ അതിന്റെ പാലും കാപ്പിപ്പൊടിയും പഞ്ചാരയൊക്കെ കൂട്ടുമ്പോൾ കാപ്പി എന്നൊരു സംഭവം അതിൽ നിന്നും ഉണ്ടാകണം എന്ന് വെച്ചല്ലേ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ചായ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഏത് സംഭവത്തിനും എല്ലാത്തിനും ഒരു സങ്കല്പമുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇത് പഠിച്ചു കഴിഞ്ഞ്, ഇത് ഇപ്പോ ഏതെങ്കിലും മന്ത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് പഠിച്ച് ജപിച്ചു കഴിയുമ്പോൾ ഇന്ന ഫലം ഉണ്ടാകണം. അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവണമെങ്കിൽ സോഷ്യൽ സ്റ്റഡീസോ സയൻസോ ഇംഗ്ലീഷോ പഠിക്കുമ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകണം. അപ്പൊ ആ ഒരു സങ്കല്പം അതിന്റെ പുറകിലുണ്ട്. ഏതിനും ഒരു സങ്കല്പം ഉണ്ടായിരിക്കും നമ്മുടെ ഉള്ളില്. ആ സങ്കല്പം അനുസരിച്ച് പ്രവൃത്തിയും ഫലവും ഉണ്ടാകും. അപ്പോ ഞാൻ ഇരിക്കുന്നത് എന്റെ സങ്കല്പത്തിലാണ്, എന്റെ ചിന്തകളിലാണ്. ഓരോരുത്തരും ആരുടെ സങ്കല്പത്തിലായിരിക്കുന്നത്? വേറൊരാളുടെ സങ്കല്പത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല, നമ്മൾ ഓരോരുത്തരും അവനവന്റെ സങ്കല്പത്തിൽ ഇരിക്കുന്നു, അവനവന്റെ ചിന്തകളിൽ ഇരിക്കുന്നു.
ആ ചിന്തകളിലും സങ്കല്പങ്ങളിലും ഇരിക്കുമ്പോൾ തുടർ ചിന്തകൾ നമ്മെ നയിക്കുന്നു. വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിന്തകൾ നമ്മളെ നയിക്കുന്നു. നമ്മുടെ സങ്കല്പം അനുസരിച്ചുള്ള ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത്. നമ്മൾ ഡ്രസ് ചെയ്യുന്ന ആരുടെ സങ്കല്പത്തിനാ? നമ്മുടെ സങ്കല്പത്തിലാണ് ഡ്രസ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് വഴക്കുണ്ടാവും. സ്വന്തം സങ്കല്പത്തിൽ ഡ്രസ് ചെയ്ത ഒരു കുഴപ്പമില്ല. കൂടെയുള്ള ഒരാളുടെ സങ്കല്പത്തിൽ ഡ്രസ് ചെയ്യാൻ പോയാൽ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ ചില സമയത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും. പുറത്തിറങ്ങുമ്പോൾ മാച്ച് ചെയ്യണം എന്ന് പറയും അല്ലേ? ഭാര്യയും ഭർത്താക്കന്മാരും പുറത്ത് മാച്ച് ചെയ്യുന്ന ഷർട്ട് ഇടണം, അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന സാരി ഉടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മുടെ സങ്കല്പമല്ല, രണ്ട് വ്യക്തികളാണ്, രണ്ടുപേർക്ക് രണ്ട് സങ്കല്പം. പിന്നെ ഭാഗ്യത്തിന് ചില സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഒത്തുവരും. അത് ഭാഗ്യം. വഴക്കുണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യത്തിൽ വരും. അതേമാതിരി നല്ല കൂട്ടാനാന്ന് പറയും. പക്ഷെ എല്ലാം വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുമോ? ചിലർക്ക് എരിവാവും ഇഷ്ടം, ചിലർക്ക് പുളിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരമായിരിക്കും ഇഷ്ടം. നല്ലതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാക്കിയ ആള് നല്ലതാണ്, കാരണം അയാളുടെ സങ്കല്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സങ്കല്പത്തിൽ പ്രകാരം അത് നന്നായിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ സങ്കല്പം അതല്ലെങ്കിലോ? സാമ്പാർ തന്നെ നല്ല എരിവുള്ള സാമ്പാറാണ് ഒരാളുടെ സങ്കല്പം. ഒരാൾക്ക് സ്വല്പം മധുരമുള്ള ഒരു രീതിയാണ് ആ സാമ്പാറിന് ഇഷ്ടം, എരിവും മധുരവും കൂടെ. പിന്നെ ഒരാൾക്ക് സ്വല്പം പുളി കൂടുതൽ, ശക്കലം പുളി ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ള നല്ല ചൊടിയുള്ള എരിവും പുളിയും കൂടെ ഉള്ള സാമ്പാറായിരിക്കും ഇഷ്ടം. ഇതൊക്കെ സങ്കല്പമാണ്, ഓരോ മനുഷ്യന്റെ സങ്കല്പമാണ്. ഇത് ഒത്തു കിട്ടിയ ഭാഗ്യം അത്രേ ഉള്ളൂ. അപ്പോ സങ്കല്പമാണ്, അതിനെ മനസ്സിലാക്കണം. സങ്കല്പം എന്നുള്ള അതിന്റെ കാര്യം പറയാനാണ് ഇത്രയും പറഞ്ഞത്. സങ്കല്പത്തെ മനസ്സിലാക്കണം. നമ്മൾ ഡ്രസ് ചെയ്യുന്നത് നമ്മുടെ സങ്കല്പത്തില്, നമ്മളെല്ലാം ചെയ്യുന്ന അവനവന്റെ സങ്കല്പത്തിൽ. ഓരോരുത്തരും ഓരോ പ്രവൃത്തിയും അവനവന്റെ സങ്കല്പം അനുസരിച്ചാണ്. നമ്മുടെ വീട് പണിയുമ്പോ എങ്ങനെയാ? ആരുടെ സങ്കല്പത്തിനാ പറയുന്നത്? അയലോക്കക്കാരന്റെ സങ്കല്പത്തിലാണോ വീട് പണിയുന്നത്? അല്ല. പലരും പല അഭിപ്രായങ്ങൾ പറയൂല്ലേ? അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീട് പണിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരാൾ വന്നിച്ച് നോക്കിയിട്ട് പറയും ഇത് ഡ്രസ്സിംഗ് റൂം കുറച്ച് ഇപ്പുറത്ത് മാറി ഇതിന് കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് പറയും. വേറൊരാൾ നല്ലൊരു പൂജാമുറി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരാൾ വന്ന് പറയും ഇത്രയും സ്ഥലം വെറുതെ പൂജാമുറിക്ക് കളയണം, നിങ്ങളൊക്കെ കോണിപ്പടിയുടെ അടിയിലാണ് വെച്ചിരിക്കണേന്ന് പറയും. ഇല്ലേ? ഒരു കാലത്ത് പുതിയ വീടുകൾ വരുമ്പോ ഏറ്റവും സങ്കടകരമായൊരവസ്ഥയായിരുന്നത്. എല്ലാവരും പൂജാമുറി കൊണ്ടുവയ്ക്കുന്നത് ഗോവണിപ്പടിയുടെ അടിയിലായിരുന്നു. ആ സ്ഥലം വേറെ ഒന്നിനും പറ്റത്തില്ലല്ലോ. തലമുട്ടും, എണീക്കാൻ പറ്റത്തില്ല, പലതരത്തിലുള്ള ബുദ്ധി. ആ സ്ഥലം പറ്റില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇത് കണ്ട് എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഭഗവാനെ കൊണ്ടുവയ്ക്കുന്നത് ഗോവണിപ്പടിയുടെ ചവിട്ടില്ല, അതിന്റെ മുകളിൽ കൂടെ ചവിട്ടി കയറി മുകളിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പല വീടുകളിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഏറ്റവും ഉപയോഗപ്രദമല്ലാത്ത ഒരു സ്ഥലത്താണ് ഭഗവാനെ ഇരുത്തുന്നത്. ബെഡ്റൂം നല്ല സൂപ്പർ സ്ഥലത്ത് വേണം, ഡൈനിങ് അതിനേക്കാളും നല്ല സ്ഥലത്ത് വേണം. ശരിയാണ്, ഭക്ഷണം കഴിക്കുന്ന നല്ല സ്ഥലത്ത് വേണം, അടുക്കള നല്ല സ്ഥലത്ത് വേണം, ഒക്കെ ശരിയാ. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് തരുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഈ ഒരു വീട് നമുക്ക് തന്നനുഗ്രഹിക്കുന്ന ഭഗവാനെ ഇരുത്താൻ, ആ ഈശ്വരനെ ഇരുത്താൻ ഒരു വിളക്ക് കൊളുത്തി വെക്കാൻ ഒരു സ്ഥലം അവിടെ കാണുന്നില്ല എന്നുള്ള എത്രയും വേദനാജനകമാണ്. മനസ്സിലാക്കണം. പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. നമ്മളെയെല്ലാം നിയന്ത്രിക്കുന്ന, നമ്മളെയെല്ലാം മുന്നോട്ട് നയിക്കുന്ന, നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ആ ജഗദീശ്വരനെ ഒരു ദീപമെങ്കിലും കത്തിച്ച് വീടിന്റെ ഒത്ത നടുക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രകാശമായിട്ട് വീടിനെ നയിക്കാൻ തക്കവണ്ണം, ആര് വന്നാലും കാണത്തക്കവണ്ണം, ഞങ്ങളെ നയിക്കുന്നത് ഈ ശക്തിയാണെന്ന് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം ആ ഒരു ചൈതന്യത്തെ അവിടെ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വീട്? ഓർക്കേണ്ട കാര്യമാണ്. വളരെ വളരെ ശ്രദ്ധ എല്ലാവരും പറയണം. കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പുതിയ ബാറ് വരെ ഉണ്ടാക്കുന്നുണ്ട് വീടുകളിൽ. ഒന്ന് രണ്ട് വീടുകൾ പോയി കണ്ടപ്പോൾ മുകളിൽ ഒരു മുറി ഇങ്ങനെ തുറസായിട്ട് സ്ഥലം വെച്ചിരിക്കുക. അവിടെ നമ്മൾ ഈ ബാറുകളിൽ പോകുമ്പോൾ കുപ്പികളൊക്കെ കാണാൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലെ കുപ്പികളൊക്കെ മേടിച്ച് വെച്ചിരിക്കുക. ഇത് ബാർ, അവർക്ക് ഇരിക്കാൻ വളരെ ഏറ്റവും സുന്ദരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ത് കഷ്ടമാണ്. എന്നിട്ടാണ് ഭാരതത്തിന്റെ ആ മഹിമയെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഭാരതത്തിന്റെ മഹിമ എങ്ങനെയാണോ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്? അല്ലല്ലോ. പോട്ടെ. അപ്പോ സങ്കല്പമാണ്, പൂർവ്വജന്മ സങ്കല്പമായിരിക്കും അല്ലെ? ഉള്ളിൽ ആ വാസന വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോ നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ സങ്കല്പത്തിലുള്ള ജോലിയല്ലേ പോണേ. പഠിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ട് ജോലിക്ക് പോയിട്ട് ഭയങ്കര ഹാപ്പി എന്ന് പറയും. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരിക്കും, പോയത് വേറെ ഏതെങ്കിലും ജോലിക്കായിരിക്കും, പക്ഷെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയും. കാരണം ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയെങ്കിലും എൻ്റെ ഉള്ളിൽ സങ്കല്പം വേറെ ആയിരുന്നു. എല്ലാവർക്കും സങ്കല്പം അനുസരിച്ച് പഠിക്കാനും പോകാൻ പറ്റില്ല. അതുകൊണ്ടല്ലോ ചില സമയത്ത് നിർബന്ധിതരായി പോകും. ചില കുട്ടികൾക്ക് ഇഷ്ടം ഒരു സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ മാർക്ക് കുറവായതുകൊണ്ടോ എന്തുകൊണ്ടോ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അതിൽ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർ നിർബന്ധിതമാവും വേറെ കോഴ്സിന് പോകാൻ. സാമ്പത്തിക പ്രശ്നം കൊണ്ടുണ്ടാകാം ഇല്ലേ? എഞ്ചിനീയറിംഗ് ആവണം, ഡോക്ടറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? പല കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യമില്ല. അവർക്ക് ആഗ്രഹമുണ്ടാവും, പക്ഷെ പറ്റില്ല.
അങ്ങനെ പറ്റും. പക്ഷെ നേരെ തിരിച്ചും ചിലപ്പോൾ സംഭവിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് അവർ എത്തിപ്പെടും. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സങ്കല്പമുണ്ട്. ഇല്ലാത്ത സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സങ്കല്പം അനുസരിച്ചല്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ വഴക്കുണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, വീട്ടിലും പ്രശ്നം ഉണ്ടാവും, വീട്ടിലും സുഖം ഉണ്ടാവില്ല. വാഹനങ്ങൾ മേടിക്കുമ്പോൾ അതുമാതിരി സങ്കല്പം അനുസരിച്ചുള്ള വാഹനമല്ലേ മേടിക്കുന്നത്. അതുകൊണ്ടല്ലേ എത്ര ടൈപ്പ് വണ്ടികളാണ് ഇറങ്ങുന്ന, എന്തെല്ലാം കമ്പനികളാണ്. അല്ലെങ്കിൽ ഒരു വണ്ടി മതിയല്ലോ, എല്ലാവർക്കും ഒരു കാറ് മതിയല്ലോ, എല്ലാവർക്കും ഒരു സൈക്കിള്, എല്ലാവർക്കും ഒരു സ്കൂട്ടർ മതിയല്ലോ. അതല്ല, സങ്കല്പം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സങ്കല്പം അനുസരിച്ച് ഭയങ്കര വൈവിധ്യമാണ്. അത് മനസ്സിലാക്കണം. സങ്കല്പത്തിന്റെ കളിയാണ് വൈവിധ്യം. അങ്ങനെ ലോകവും നമ്മുടെ സങ്കല്പം അവിടെയാണ് വന്നത്. ലോകവും നമ്മുടെ സങ്കല്പമാണ്. ഒരു സംശയം വേണ്ട, നമ്മുടെ സങ്കല്പമത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നേ. നമുക്ക് ചിലപ്പോൾ തോന്നും ഇവിടെ നല്ല സുഖാണെന്ന് തോന്നും. ചിലർ പറയും ഇവിടെ അയ്യോ കേരളത്തിലോ ഇവിടെ ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. ചിലർ പറയും പരമാനന്ദമാണ്, മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത്രയും സുഖമായിട്ട് കഴിയാൻ പറ്റുമെന്ന് പറയും. ഇതുപോലൊരു പ്രകൃതി ഭംഗി ഇവിടെ കിട്ടും, ഇതുപോലെ അമ്പലങ്ങൾ ഇവിടെ കിട്ടും, ഇതൊക്കെ നമ്മൾ പറയും. വേറൊരു സ്ഥലത്ത് ഇപ്പോൾ അത് വളരെ രസകരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഈ ഒരു കൂടെയുള്ള ഒരാള് ആലപ്പുഴ ഭാഗത്ത് ഒരുപാട് വെള്ളക്കെട്ടിനകത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് യാത്ര ചെയ്താണ് അദ്ദേഹം വന്നും പോയിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല ഈ വെള്ളക്കെട്ടിന്റെ ഇടയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഈ കോളറ പോലത്തെ അസുഖങ്ങൾ, വെള്ളത്തിൽ കൂടി പകരുന്ന അസുഖങ്ങൾ എത്രയോ വർഷം മുമ്പാണ് കേട്ടോ, ഒരു 30 വർഷം 30 വർഷം മുമ്പൊക്കെ. ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാൾക്ക്. കൊച്ചു കുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്നും കുട്ടികൾക്ക് അസുഖമാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയും, നിങ്ങൾ അവിടെ നിന്ന് മാറാൻ മേലെ, അവിടെ നിന്ന് നിങ്ങൾക്ക് മാറിക്കൂടെ, ടൗണിലേക്ക് എവിടെയെങ്കിലും വന്ന് ചെറിയ അവിടുത്തെ സ്ഥലമൊക്കെ വിറ്റിട്ട് ചെറിയ ഒരു സ്ഥലമെങ്കിലും മേടിച്ചാൽ പോരെ, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിച്ച് പിന്നീട് കുറച്ചുകൂടെ നല്ല ഏരിയയിൽ എവിടെയെങ്കിലും മേടിക്കാൻ മേലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരില്ല. അവിടെ നിന്ന് എന്തിനാ അവരവിടെ നിന്ന് വരില്ല? അവരുടെ സങ്കല്പം അനുസരിച്ചുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ സങ്കല്പം ഇതാണ്, നല്ല വെള്ളവും കാര്യങ്ങളും, ചുറ്റിലും വെള്ളം, ഒരു പ്രത്യേക പ്രകൃതി സൗന്ദര്യം, അതിന്റെ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ സങ്കല്പം എന്താ നമുക്ക് പറയാൻ പറ്റുമോ? ഏതായാലും അവിടുന്ന് വരത്തില്ല, ഒരു തരത്തിലും വരത്തില്ല. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ സങ്കല്പം അനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പുതിയൊരു വീട് വെച്ച് നമ്മുടെ സങ്കല്പമല്ലേ, നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന നമ്മുടെ സങ്കല്പമല്ലേ. എല്ലാം സങ്കല്പമാണ്. സങ്കല്പമല്ലാതെ ഒരു കാര്യം എന്ന് പറയാം. അപ്പോ ലോകം നമ്മുടെ സങ്കല്പമാണ്. ഈ ലോകം നമ്മുടെ സങ്കല്പമാണ്. വിവിധ സങ്കല്പ കർത്ത എന്ന് പറയുന്നു. ഈ ലോകം ഇങ്ങനെയായിരിക്കുന്നതിന് കാരണം പല പല സങ്കല്പങ്ങൾ, ചിന്തകൾ ആണ്. നമ്മുടെ ചിന്തകൾ ആണ് ശാസ്ത്ര രീതിയിൽ പറയുമ്പോൾ കർമ്മതത്വം. ശാസ്ത്ര രീതിയിൽ പറയുമ്പോൾ കർമ്മ തത്വം അനുസരിച്ചാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ ചോദിച്ചു, കർമ്മം എങ്ങനെ വന്നു എന്നൊരു ചോദ്യം. കർമ്മം വരുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നിന്ന്. കർമ്മം ഉണ്ടാവുന്ന എങ്ങനെയാ? സങ്കല്പത്തിൽ നിന്ന്. ജന്മജന്മാന്തരങ്ങളായി സങ്കല്പം മുന്നോട്ട് വരും. അതിനെ വാസന എന്ന് പറയും. വാസന സങ്കല്പമായിട്ട് മാറും. അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഇതൊക്കെയാണ് ഈ വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ. ഇതാ ഇങ്ങനെ ഓരോ എണ്ണി 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 ഓരോന്നിന്റെ പുറകിലും പോകണം. അതാണ് വിചാരം ചെയ്യൽ. അങ്ങനെ നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകുന്നു. നമ്മൾ പല കാര്യങ്ങളിലും സ്വയം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിയാലേ നമ്മൾ മാറുള്ളൂ. ഇങ്ങനെ ആയ പോരാട്ടോ, നിങ്ങളൊന്ന് കുറച്ചുകൂടെ ഒക്കെ നന്നാവണം എന്ന് ഒരാൾ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ നമ്മളോട് പറയാണ് ഇങ്ങനെ ഒന്നും ശരിയല്ല കേട്ടോ, പബ്ലിക്കിൽ പൊതുവെ നിങ്ങളെക്കുറിച്ചൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാ പറയണമെന്ന് വിചാരിക്കുക, പബ്ലിക്കിൽ നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം പോരാ, നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മാറണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കല്പത്തിൽ നിന്ന് എന്ത് സങ്കല്പത്തിലാണോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സങ്കല്പത്തെ മാറ്റണം എന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ സങ്കല്പം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് മാറണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സങ്കല്പത്തെ ഞാൻ മാറ്റണം എന്നാണ് പറയുന്നത്. അതിനാണ് ഭഗവാൻ ഒക്കെ അവതരിച്ച് പറഞ്ഞു തരുന്നത്. പരിവർത്തനം ഉണ്ടാകണം. ഭഗവാൻ വന്നത്, ഭഗവാൻ ബാബ അവതരിച്ചത് ഒറ്റ കാര്യത്തിനാണ്. എന്താണെന്നറിയോ? ഇപ്പോ അധർമ്മികളെ എല്ലാം കൊന്നൊടുക്കാൻ പറ്റില്ല, എല്ലാവരിലും ധർമ്മമുണ്ട്. പിന്നെ എങ്ങനെയാണ് ധർമ്മത്തിലേക്ക് വരിക? സ്വയം പരിവർത്തനത്തിലൂടെ. എന്താണ് ആ പരിവർത്തനം കൊണ്ട് മെയിൻ ചെയ്തത്? ഇപ്പോ ഉള്ള മോശമായ സങ്കല്പങ്ങളെ എല്ലാം മാറ്റുക. അതിനുള്ള വഴിയാണ് സാധന, നാമജപയം, ഭജന, സേവ, സർവീസ്. അതിലൂടെ എന്തുണ്ടാവും? നമ്മുടെ സങ്കല്പങ്ങൾ മാറും. എങ്ങനെ സേവ കൊണ്ട് സങ്കല്പം മാറുന്നേ? നമ്മൾ സ്ഥലത്ത് സെർവ് ചെയ്യാൻ ചെല്ലുമ്പോൾ ദരിദ്രനായിരിക്കുന്നിടത്ത്, അവശതനായിരിക്കുന്നവരുടെ അടുത്ത്, രോഗികളുടെ അടുത്തൊക്കെ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടാവും, ഈശ്വര എനിക്കിതൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ വേണം ഈശ്വരനെ കാണേണ്ടത്? ഞാൻ മറ്റുള്ളവരെ എങ്ങനെ കാണണം? ഞാൻ എങ്ങനെയാണ്, എന്താണ് എനിക്ക് ഇരുവർക്ക് സഹായിക്കാൻ സാധിക്കുക? അപ്പൊ എന്റെ സങ്കല്പം എന്തായി? കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് വന്നു. ഒരു
മോശമായ അവസ്ഥ കാണുമ്പോൾ സ്വയം തിരിച്ചറിഞ്ഞ് ആ മോശമായ അവസ്ഥയിലുള്ളവരെ സഹായിക്കണമെന്ന തോന്നലകത്തുണ്ടാവും. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവമേ മാറും. അതാണ് പരിവർത്തനം. ആ പരിവർത്തനമാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പരിവർത്തനം കൊണ്ടുണ്ടാകുന്നത് സങ്കല്പത്തിലുള്ള മാറ്റമാണ്. അപ്പൊ ധർമ്മപരമായിട്ടുള്ള സങ്കല്പം വരും. ഇപ്പോ അധർമ്മപരമായിട്ടുള്ള പല സങ്കല്പം നമ്മുടെ അകത്തുണ്ട്. അധർമ്മപരമായിട്ട് പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സങ്കല്പം മാറി ധർമ്മപരമായ സങ്കല്പം നമ്മളിലൂടെ ഉണ്ടാകും. അതാണ് പരിവർത്തനം. അപ്പോ നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റുമ്പോൾ ഇവിടെ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആത്മാവിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സങ്കല്പങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ വളരെ 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 വലിയ കാര്യമാണ്. ഈദൃശ അയം വിചാര, ഇങ്ങനെ വേണം വിചാരം ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട്? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ ഈശ്വരപ്രാപ്തിക്ക്, മോക്ഷപ്രാപ്തിക്ക്, സമ്പൂർണ്ണ സംതൃപ്തിക്ക് ഇങ്ങനെ വിചാരം ചെയ്തു പോയാലേ ലഭിക്കുകയുള്ളൂ. അപ്പോഴേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. വേറൊന്നും പറഞ്ഞില്ല. ഇങ്ങനെയാണ് വിചാരം ചെയ്യണ്ടേ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വേണം വിചാരം ചെയ്യുന്നത്. നമ്മുടെ ഈ കാണുന്ന, നമ്മൾ ഈ അനുഭവിക്കുന്ന ലോകത്തിന് കാരണം നമ്മുടെ തന്നെ സങ്കല്പമാണ്. മായ എന്ന് പറഞ്ഞതോ അത് സാമാന്യ കാരണം. മായ എന്ന് പറഞ്ഞത് സാമാന്യ കാരണം. നമ്മളെ അങ്ങനെ സങ്കല്പിക്കുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ പാമ്പിനെ പാമ്പിനെ വേറൊരാളല്ലോ പറഞ്ഞു തരുന്ന പാമ്പാണെന്ന് അല്ലല്ലോ, നമ്മൾ തന്നെ സ്വയം അങ്ങ് തോന്നുന്നതല്ലേ കയറിൽ പാമ്പിനെ കാണുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ മായ എങ്ങനെ പ്രവർത്തിക്കും? കലി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളിൽ കൂടി കയറി പ്രവർത്തിക്കുന്നു കലി. അതിനാണ് ഭഗവാൻ സീലിംഗ് ഓൺ ഡിസൈഴ്സ് പറഞ്ഞത്. അപ്പൊ നമ്മളെ കലി പിടിക്കത്തില്ല. ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ചാൽ കലി നമ്മളെ ഉദ്ധരിക്കാൻ പറ്റില്ല. ആഗ്രഹത്തിൽ കൂടെയാണ് കലി അകത്ത് കയറുന്നത്. ആലോചിച്ച് നോക്കുക, കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു നോക്കുക, ശരിയാണോ എന്ന് നോക്കുക. സങ്കടം വന്നത് മുഴുവൻ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പെടാതിരുന്നപ്പോഴാണ്. അല്ലാത്തപ്പോ ഒന്നും സങ്കടം വരത്തില്ല. സാധാരണ നിനക്ക് മനസ്സിന് സുഖമില്ലായ്മ വരുന്നതും സങ്കടം വരുന്നതും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. പിന്നെ ഉണ്ടാകുന്ന അപകടങ്ങളോ അത്യാഹിതങ്ങളോ അതൊക്കെ വേറെ കാര്യം. അതൊക്കെ കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. മുൻജന്മ കർമ്മങ്ങളുടെ ഒക്കെ ഫലമായിട്ട്. അതൊക്കെ പിന്നീട് നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോ വിചാരം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. സങ്കല്പത്തെ ഈശ്വരൻ, അതായത് ഈ കാണുന്നതെല്ലാം സങ്കല്പത്തിലൂടെ ഉണ്ടായതാണ് എന്ന വലിയ ഒരു സത്യമാണ് ഇപ്പോ ആചാര്യസ്വാമി പറഞ്ഞു തന്നിരിക്കുന്നത്. സങ്കല്പം വിശേഷ കാരണമാണ്, മായ സാമാന്യ കാരണം, സങ്കല്പം വിശേഷ കാരണം. ഉദാഹരണത്തിന് കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ, പലതരം പ്രതിമകൾ ഉണ്ടാക്കുന്നു, പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ കളിമൺ എന്ന് പറഞ്ഞാൽ സാമാന്യ കാരണം, എല്ലാത്തിനും കളിമൺ വേണം, അതാണ് മായ. പിന്നെയോ ആ കുശവൻ, അതുണ്ടാക്കുന്ന ആള് ആരാണോ കലമുണ്ടാക്കുന്നത് അയാള് പല ഷേപ്പിലുണ്ടാക്കും. അത് ആരുടെ സങ്കല്പം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്? അയാളുടെ സങ്കല്പം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അയാളുടെ ഉള്ളിൽ പല 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 കാര്യങ്ങൾ വരും. അതനുസരിച്ച് പല 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 പാത്രങ്ങൾ ഉണ്ടാവും. എല്ലാം ഉണ്ടാകുന്നത് കളിമണ്ണിൽ നിന്ന് തന്നെ. അപ്പോ കളിമണ്ണാണ് മായ പോലെ പ്രവർത്തിക്കുന്നത്. കുശവനാണ്, നമ്മളാണ് സങ്കല്പം കൊണ്ട് പല പല പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അജ്ഞാനം എന്നുള്ളതാണ് ഇവിടെ സാമാന്യ കാരണം. മായ എന്നുള്ളത് സാമാന്യ കാരണം, അജ്ഞാനം എന്നുള്ളത് സാമാന്യ കാരണം, സങ്കല്പം എന്നുള്ളത് വിശേഷ കാരണം. സങ്കല്പം വിശേഷ കാരണം. ഇതിന് മുന്നോട്ട് പോകുമ്പോൾ ഈ വാക്കുകളൊക്കെ വരും, ഓർത്തിരുന്നോണം. അജ്ഞാനം സാമാന്യ കാരണം, മായ സാമാന്യ കാരണം. മായ എന്ന് പറഞ്ഞാൽ അജ്ഞാനം തന്നെ. സങ്കല്പം എന്നുള്ളത് വിശേഷ കാരണം. പിന്നെ കർമ്മതത്വം ഇതിന്റെ പുറകിലുണ്ട്. കർമ്മതത്വം ഉപയോഗിച്ചല്ലേ, കർമ്മം ചെയ്തിട്ടല്ലേ പല പല ഷേപ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ കർമ്മതത്വം ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഈശ്വരന്റെ മായ ഉപാദാന കാരണമാണ് എന്നിവിടെ പറഞ്ഞു. ഈശ്വരന്റെ മായയാണ് ഉപാദാന കാരണം. അപ്പോ അത്രയും അറിഞ്ഞ് 14 2 ശ്ലോകങ്ങൾ നമ്മളൊന്ന് നോക്കി. നല്ല കട്ടിയുള്ള ഭാഗമാണ്. നന്നായിട്ട് വീണ്ടും വീണ്ടും ഇതിന്റെ റെക്കോർഡിംഗ് ഇടുന്ന സമയത്ത് കേട്ട് ഇത് ഉറപ്പിക്കുക. നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്, അത്ര എളുപ്പമല്ല മനസ്സിലാകാൻ. എന്തായാലും നമുക്ക് ഈ വഴിക്ക് പോകാൻ തോന്നിയത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്. ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ. നമുക്കിതെല്ലാം മനസ്സിലാകാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ മായയുടെ പിടിയിൽ നിന്ന്, സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മാറി ഒറിജിനൽ എത്തേണ്ട സ്ഥലത്ത് ആ ചൈതന്യത്തെ മനസ്സിലാക്കി, ഞാൻ ചൈതന്യമാണ്, സ്വയം ചൈതന്യമാണ്, ഈ പഞ്ചഭൂത നിർമ്മിത ശരീരമല്ല അല്ല അല്ല എന്ന് ഉറയ്ക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം.
സാരാംശം